إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وهم يصطرخون فيها ربنا أخرجنا نعمل صالحا ربنا أخرجنا نعمل صالحا غير الذي كنا نعمل أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير فذوقوا فما للظالمين من نصير ബഹുമാന്യരായ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ സകല മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അവൻ്റെ ഉത്തമരായ അടിമകളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിക്കുന്നവരാണ് ഞാനും നിങ്ങളുമെല്ലാം. ആ അനുഗ്രഹങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഒരു അനുഗ്രഹമാണ് നമുക്ക് നൽകപ്പെടുന്ന സമയം എന്നുള്ളത്. സമയം എന്ന് വെച്ചാൽ നമുക്ക് ജീവിക്കാൻ നൽകപ്പെട്ട ആയുസ് എന്നർത്ഥം. പക്ഷെ പലപ്പോഴും അതിനെക്കുറിച്ച്, അത് ഉപയോഗപ്പെടുത്തേണ്ട രൂപത്തെക്കുറിച്ച്, അത് ഉപയോഗപ്പെടുത്താത്തതിൻ്റെ പേരിൽ ഓരോ മനുഷ്യരും വിലപിക്കുന്ന രംഗങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാറില്ല. ഓരോ സെക്കൻഡുകളും നമ്മിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കിലേക്കുള്ള യാത്ര അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയും പടച്ച റബ്ബിലേക്ക് അടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. താബിഈ പണ്ഡിതനായ ഹസനുൽ ബസ്രി റഹിമഹുല്ല പറയുന്നുണ്ട്, യബ്ന ആദം, ഏ മനുഷ്യ,
ആദം സന്തതി, ഇന്നക അൻതൽ അയ്യാം, നീ ദിവസങ്ങളാണ്. കാരണം ഓരോ കുല്ലമാ ദഹബ യൗമുൻ, ഓരോ ദിവസങ്ങൾ കടന്നു പോകുമ്പോഴും ദഹബ ബഅലുക, നിനക്ക് ചിലത് നഷ്ടപ്പെടുന്നുണ്ട്. ഓരോ പ്രഭാതങ്ങൾ പൊട്ടിവിടരുമ്പോഴും ആ പ്രഭാതം നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്, ഏ മനുഷ്യ, ഞാനിതാ ഒരു പുതിയ ദിവസമാണ്, അതുകൊണ്ട് ഇന്നേ ദിവസം നിനക്കാവശ്യമുള്ളത് എന്നിൽ നിന്ന് നേടിയെടുക്കണം. കാരണം ഫഇന്നീ ഇദാ മളൈതു ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ, ഞാനങ്ങ് കഴിഞ്ഞു പോയാൽ ഓരോ ദിവസങ്ങളും പ്രഭാതങ്ങൾ പൊട്ടിവിടരുന്നത് മനുഷ്യരോട് ഇത് സംസാരിച്ചു കൊണ്ടാണ് എന്ന് ബഹുമാന്യനായ പണ്ഡിതനായ ഹസനുൽ ബസരി റഹിമഹുല്ല പറയുകയാണ്. അത് വിളിച്ചു പറയുന്നുണ്ട്, മനുഷ്യ, ഓരോ ദിവസങ്ങളും നിന്നിലേക്ക് കടന്നു വരികയാണ്. ദാ പുതിയൊരു ദിവസം നീ പ്രഭാതത്തിലായിട്ടുണ്ട്. നിനക്ക് പരലോകത്തേക്ക് വേണ്ടത് നീ നേടിയെടുത്തുകൊള്ളുക. കാരണം ഞാനങ്ങ് കഴിഞ്ഞാൽ, ഈ ദിവസം അങ്ങ് കഴിഞ്ഞു പോയാൽ, ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഞാൻ തിരിച്ചു വരില്ല. കണ്ടോ, ഓരോ ദിവസം കഴിഞ്ഞാലും ആ ദിവസം പിന്നെ കിട്ടൂല. നമുക്ക് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള അവധി, ആ അവധിയിൽ നിന്ന് ഒരു ദിവസം കഴിഞ്ഞുപോയി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാത്തിനേക്കാളും വലുതാണ് സമയം, നമ്മുടെ ആയുസ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറും മിനന്നാസ്, ഭൂരിഭാഗം ആളുകളും അവർ അശ്രദ്ധയിലായി പോകുന്ന പടച്ച റബ്ബിന്റെ 2 അനുഗ്രഹങ്ങളുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നാമത്തെ അനുഗ്രഹം അസ്സിഹ്ഹത്തു, അവന്റെ ആരോഗ്യമാണ്. രണ്ടാമത്തെ അനുഗ്രഹം അൽ ഫറാഗ്, ഒഴിവ് സമയങ്ങളാണ്. വ്യത്യസ്തമായ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ഇഗ്തനിം ഖംസൻ ഖബല ഖംസിൻ, 5 കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതിന്റെ മുമ്പ് 5 കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ജാഗ്രതയുണ്ടാകണം. അതിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ശബാബക ഖബല ഹറമിക, വാർദ്ധക്യം വരുന്നതിന്റെ മുമ്പ് യൗവനത്തെക്കുറിച്ച് നിനക്ക് ജാഗ്രതയുണ്ടാകണം. കേട്ടോ, വാർദ്ധക്യം വന്നാൽ വേണ്ടത്ര നമ്മുടെ ശാരീരിക ക്ഷമത നഷ്ടപ്പെട്ടു പോകും. നടക്കാൻ കഴിയില്ല, കണ്ണ് കാണൂല, കാത് കേൾക്കൂല. അപ്പൊ അതിന്റെ മുമ്പേ യൗവന കാലഘട്ടത്തിൽ തന്നെ നീ പരലോകത്തിന് വേണ്ടി നിന്റെ ആയുസ്സിനെ ഉപയോഗപ്പെടുത്തണം. കാരണം പ്രിയമുള്ളവരെ, നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് യാത്ര പോകുമ്പോൾ മനുഷ്യർ അവർക്ക് നഷ്ടപ്പെട്ടു പോയ സമയത്തെക്കുറിച്ച് വിലപിക്കുന്ന രംഗങ്ങളെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് വലിയ ഗൗരവമായി അത് തോന്നുകയില്ല. ഇന്ന് നമ്മൾ അങ്ങനെയാണ്, നമുക്ക് തോന്നൂല. ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോണു, അതാഴ്ചയായി, മാസമായി, വർഷമായി. ഓരോ പുതുവർഷം വരുമ്പോഴും പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാണ്, അല്ലേ? ഞാൻ ഖബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന ചിന്ത ആർക്കാണ് പ്രിയമുള്ളവരെ ഉള്ളത്? അവനവന്റെ മക്കൾ ഓരോ വർഷം ഓരോ വയസ്സ് തികയുമ്പോഴും കേക്ക് മുറിച്ച് ആഘോഷിക്കുകയാണ്. മരണത്തെക്കുറിച്ചുള്ള ചിന്തല്ല, ഞാൻ ഖബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന ചിന്തയില്ല. എന്നാൽ നഷ്ടപ്പെട്ടു പോകുന്ന ഈ ആയുസ്സിനെ കുറിച്ച് മനുഷ്യരതാ വിലപിച്ച് കരയുന്ന രംഗങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ സമയം ഏതെന്നറിയുമോ? ഓരോ മനുഷ്യരുടെ അടുക്കലേക്കും മരണത്തിന്റെ മലായിക്കത്തുകൾ കടന്നു വരികയാണ്. മരണത്തിന്റെ മലായിക്കത്തുകൾ കടന്നു വരുമ്പോൾ ഹത്താ ഇദാ ജാഅ അഹദുഹുമുൽ മൗതു ഖാല റബ്ബിർജിഊൻ, നിങ്ങളുടെ ഓരോരുത്തരുടെയും അടുക്കലേക്ക്, അവരുടെ ഓരോരുത്തരുടെയും അടുക്കലേക്ക് മരണം അങ്ങ് കടുത്തു വരുമ്പോൾ അവർ പറയും, പടച്ച റബ്ബേ
ഞങ്ങളെ ഒന്ന് ജീവിതത്തിലേക്ക് മടക്കിയിരുന്നെങ്കിൽ എന്ന് മനുഷ്യർ പറയുകയാണ്. എന്തിനു വേണ്ടിയാണ്? അവനവന്റെ കുടുംബങ്ങളെ വിട്ട്, അവനവന്റെ സമ്പത്ത് വിട്ട്, അവനവന്റെ അധ്വാനിച്ചുണ്ടാക്കിയ എല്ലാ സംവിധാനങ്ങളെയും ഭൗതികമായ സുഖങ്ങളെയും വിട്ടു പോകാനുള്ള പ്രയാസം കാരണത്താലല്ല, അതുകൊണ്ടൊന്നല്ല. ഇനി ദുനിയാവിലേക്ക്, ജീവിതത്തിലേക്ക് മടക്കണേ എന്ന് മനുഷ്യർ പറയുന്നത്. ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഉപേക്ഷിച്ചു പോയ സൽക്കർമ്മങ്ങൾ ചെയ്യാമായിരുന്നു റബ്ബേ. നിസ്കരിക്കേണ്ട സമയത്ത് അവൻ നമസ്കരിച്ചില്ല, നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങളെ അവൻ ഉപയോഗപ്പെടുത്തിയില്ല, ദീനുമായി അവന് ബന്ധമില്ല, ഖുർആൻ ഓതാത്ത ദിനരാത്രങ്ങൾ കടന്നുപോയി, ദീന് പഠിക്കാത്ത സമയങ്ങൾ, ദീനിനെ കുറിച്ച് അവൻ പഠിച്ചിട്ടില്ല, ഖുർആൻ പഠിച്ചിട്ടില്ല, അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചിട്ടില്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിച്ചിട്ടില്ല. ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ചവനാണ് അല്ലേ? ഇപ്പൊ നമ്മളെത്തിയ ആയുസ് എത്രയാണ്? നമ്മുടെ വയസ്സ് എത്രയാണ്? ആ വയസ്സുകൾ കൂട്ടിയൊക്കെ ഇത്രയും കാലം ആർക്ക് വേണ്ടി ജീവിച്ചു? ഇത്രയും കാലം എന്താണ് സുഹൃത്തുക്കളെ നമുക്ക് പ്രതീക്ഷ നൽകുന്നതുള്ളത്? എന്തെങ്കിലും ഉണ്ടോ? ഇന്നങ്ങോട്ട് മരിച്ചാൽ നമ്മുടെ കൂടെ ഖബറിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന, നമുക്ക് പ്രതീക്ഷ നൽകുന്ന എന്തെങ്കിലും നന്മകൾ നമ്മുടെ കയ്യിലുണ്ടോ? മനുഷ്യർ പറയുകയാണ്, പടച്ച റബ്ബേ, എന്നെയൊന്ന് ദുനിയാവിലേക്ക്, എന്നെയൊന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ അവസരം നൽകിയിരുന്നെങ്കിൽ ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഉപേക്ഷിച്ചു പോയ സൽക്കർമ്മങ്ങൾ ചെയ്യാമായിരുന്നു. ഉണ്ടാക്കി വെച്ച ലക്ഷക്കണക്കിന് രൂപയുടെ, കോടിക്കണക്കിന് രൂപയുടെ ആസ്തി നമ്മുടെ കൂടെ വരുന്നില്ല. ഖുർആൻ പറയാണ്, അങ്ങോട്ട് മറിഞ്ഞു വീണാലേ, അവനവന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് അങ്ങ് വിട്ടുപോകുമ്പോ, അങ്ങനെ മരണത്തിലേക്ക് അങ്ങ് മറിഞ്ഞു വീണാൽ അവന്റെ സമ്പത്ത് അവൻ ഉപകാരപ്പെടില്ല. കുറെ കാലം 10-40-50 കൊല്ലം അധ്വാനിച്ചുണ്ടാക്കി അല്ലേ? ഖബറിന് വേണ്ടി ഒന്നും ഉണ്ടാക്കിയില്ല. അവർ പറയും മരിക്കുന്ന സന്ദർഭത്തിൽ, പടച്ച റബ്ബേ, എന്നെയൊന്ന് മടക്കിയാൽ ഞാൻ സൽക്കർമ്മം ചെയ്യാമായിരുന്നു റബ്ബേ. അല്ലാഹു പറയാണ്, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, വേണ്ട, അതവന്റെ വെറും വർത്തമാനമാണ്, അതവൻ പറഞ്ഞുകൊണ്ടിരിക്കും. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, പുനർജീവിതത്തിന്റെ നാൾ വരെ അവൻ ഒരു മറക്കപ്പുറത്താണ്. പിന്നീട് നമ്മളാണ് ഖബർ, മഹ്ശറ വരെ, മരണത്തിന്റെ അപ്പുറം അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് വരെയുള്ള ഒരു ലോകം, ബർസഖ്, അവിടെ പിന്നുള്ളത്. കണ്ടോ, നമ്മൾ എത്ര കേണപേക്ഷിച്ചാലും സുഹൃത്തുക്കളെ, നഷ്ടപ്പെട്ടു പോയ സമയം തിരിച്ചിട്ടൂല, നഷ്ടപ്പെട്ടു പോയ ആയുസ് തിരിച്ചു കിട്ടൂല. ഒരു സെക്കൻഡിന്റെ ഒരംശം പോലും മുന്നോട്ടോ പിറകോട്ടോ പോകാതെ അല്ലാഹ് നിശ്ചയിച്ച സമയത്ത് നമ്മുടെ ആത്മാവിനെ പിടിച്ചുകൊണ്ടുപോകും. ഇനി രണ്ടാമത്തെ സന്ദർഭം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലൗ തറാ ഇതിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സ്വാലിഹാ ഇന്നാ മൂഖിനൂൻ. രണ്ടാമത് മനുഷ്യര് ഈ ദുനിയാവിന്റെ ജീവിതം ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. ഈ ദുനിയാവിലെ ഇപ്പൊ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്തെക്കുറിച്ച് നമുക്ക് വലിയ താല്പര്യം, നമുക്ക് വലിയ ജാഗ്രത ഒന്നുമില്ല. ഇപ്പൊ നന്മകൾ ചെയ്യാനുള്ള അവസരം കിട്ടിയാലും നമ്മളൊന്നിങ്ങനെ പിറകോട്ട് നിൽക്കും. കുറച്ച് കഴിയട്ടെ, കുറച്ചുകൂടിയൊക്കെ കഴിഞ്ഞിട്ട് നന്നാകാം, കുറച്ചുകൂടിയൊക്കെ കഴിഞ്ഞിട്ട് അള്ളാഹുടെ മാർഗത്തിൽ സംഭാവന ചെയ്യുക, കുറച്ചുകൂടിയൊക്കെ കഴിഞ്ഞിട്ട് അള്ളാഹുടെ മാർഗത്തിൽ ഇറങ്ങാം, കുറച്ചുകൂടിയൊക്കെ കഴിഞ്ഞിട്ട് നിസ്കാരക്കൊന്ന് കൃത്യാക്ക, കുറച്ചുകൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഖുർആൻ ഓതാ, കുറച്ചുകൂടിയൊക്കെ കഴിഞ്ഞിട്ട് ദിക്റൊക്കെ ചൊല്ല. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുക അല്ലേ? പക്ഷേ സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കണം, അള്ളാഹുവിന്റെ കോടതിയിൽ മഹ്ശറയിൽ നിൽക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലൗ തറാ, നബിയെ താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ, ഇതിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം, പാപികളായ മനുഷ്യരതാ അവരുടെ റബ്ബിന്റെ മുന്നിൽ മുഖം താഴ്ത്തി നിൽക്കുന്ന, തല താഴ്ത്തി നിൽക്കുന്ന രംഗത്തെ നബിയെ താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ, എന്നിട്ട് അവർ പറയാണ്, റബ്ബനാ,
ഞങ്ങളുടെ രക്ഷിതാവേ, അബ്സർന ഞങ്ങളിതാ കണ്ടിരിക്കുന്നു, വസ്മിഅന ഞങ്ങളിതാ കേട്ടിരിക്കുന്നു. എത്ര മഹ്ശറയുണ്ടെന്ന് പറഞ്ഞാലും, അവിടെ ദീനരോധനങ്ങളും അട്ടഹാസങ്ങളുമാണെന്ന് പറഞ്ഞാലും, അവിടെ രക്ഷപ്പെടുത്താൻ ആരുമുണ്ടാകില്ല എന്ന് ഉത്ബോധിപ്പിച്ചാലും അതൊന്നും വേണ്ടത്ര കാതുകളിലേക്ക് ഉൾക്കൊള്ളാൻ മടിച്ചുപോയ മനുഷ്യർ അതിനെയെല്ലാം അവിടെ വെച്ച് കാണുകയാണ്. മഹ്ശർ അവൻ കാണുകയാണ്. പരസ്പരം കുറ്റപ്പെടുത്തലുകൾ, ഒറ്റപ്പെടലുകൾ. അവനവന്റെ കുടുംബങ്ങളുണ്ട്, അവനവന്റെ കുട്ടികളുണ്ട്, അവനവന്റെ നാട്ടുകാരുണ്ട്, വീട്ടുകാരുണ്ട്, കൂട്ടുകാരുണ്ട്. പക്ഷേ ആരും അവിടെ സഹായിക്കാനില്ല. അങ്ങനെ ഒരു മഹ്ശർ വരാനുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ, ആ ഒരു ലോകത്തെക്കുറിച്ച് ശ്രദ്ധിക്കണം, ചിന്തിക്കണമെന്ന് പറയുമ്പോൾ, ദുനിയാവിൽ വലിയ താല്പര്യം കാണിക്കാത്ത മനുഷ്യരും അവിടെ വെച്ചുകൊണ്ട് പറയാണ്, പടച്ച റബ്ബേ, അബ്സുർന ഞങ്ങളിതാ കണ്ടിരിക്കുന്നു, വസമിഅന ഞങ്ങളിതാ കേട്ടിരിക്കുന്നു. കണ്ടോ, ഇപ്പൊ ഞങ്ങളിത് കാണുകയാണ്, ഞങ്ങളിതാ കേട്ടിരിക്കുന്നു. ഈ അട്ടഹാസവും ദീനരോധനങ്ങളും എല്ലാം അവിടെ മനുഷ്യർ കുറ്റപ്പെടുത്തലുകളാണ്. ഇയാന്നെ പഴപ്പിച്ചത്, ഇയാന്നെ പഴപ്പിച്ചത്, ഈ കാരണാണ് അല്ലേ? അന്ന് ഉറ്റ കൂട്ടുകാരൊക്കെ പരസ്പരം ശത്രുക്കളായിരിക്കും. ശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. എന്നിട്ടവൻ ആവശ്യപ്പെടുന്നത് റബ്ബിനോട്, അതേ പടച്ച റബ്ബേ, ഫർജിഅന ഞങ്ങളെ ഒന്ന് മടക്കണേ, ദുനിയാവിലേക്ക് ഞങ്ങളെ ഒന്ന് മടക്കണേ, നഅമൽ സ്വാലിഹ ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യാം റബ്ബേ, ഇന്നാ മൂഖിനൂൻ ഞങ്ങളിതാ ദൃഢവിശ്വാസികളായിട്ടുണ്ട്. കണ്ടോ, വിടുന്നത് പറയുമ്പോഴൊന്നും വലിയ ദൃഢതയിലുണ്ടാവൂല. അതൊക്കെ പരലോകം മഹ്ശറ വരുമ്പോ കാണാം. അങ്ങനെ ചിന്തിക്കുക അല്ലേ? നമ്മളൊരു നിസ്കാരം പോലും കൃത്യമായിട്ട് ജമാഅത്ത് നിസ്കരിക്കാൻ കഴിയില്ല. സുബഹി പോലും സുബഹി ജമാഅത്തിനൊന്നും വരാതിരിക്കുക പറഞ്ഞാല് സുഹൃത്തുക്കളെ ആലോചിക്കണം. അതിനൊന്നും നമുക്ക് കഴിയണില്ല. എന്നാലോ നാളെ മഹ്ശറയിൽ അവിടുത്തെ അവസ്ഥകളാണ് കാണുമ്പോ ഇതൊക്കെ ഒരു ദൃഢമായ വിശ്വാസത്തിലേക്ക് മനുഷ്യത്തുന്ന, പടച്ചോനെ എന്നെ ദുനിയാവിലേക്ക് മടക്കിയാൽ ഞാൻ സൽക്കർമ്മം ചെയ്യാം റബ്ബേ എന്ന് മനുഷ്യർ അള്ളാഹുവിനോട് കേണ് കരഞ്ഞു പറയുന്നതാണ്. സുഹൃത്തുക്കൾ, നിങ്ങൾ ചിന്തിച്ചു നോക്കാണ്, ഈ ഒരു അവസരത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യർ കരയണത്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ സമയമുണ്ടല്ലോ, ഇത് തിരിച്ചു കിട്ടാനാണ് മരണസന്ദർഭത്തിൽ മനുഷ്യർ കരയണത്, മഹ്ശറയിൽ വെച്ച് കരയണത്. മാത്രല്ല, ഇനി നരകത്തിൽ വെച്ചുകൊണ്ട്, അവിടെ വെച്ചുകൊണ്ട് മനുഷ്യർ റബ്ബിനോട് ആവശ്യപ്പെടുകയാണ്, വഹും യസ്തരിഖൂന ഫീഹാ അവിടെ വെച്ചുകൊണ്ട്, അഥവാ ആ നരകത്തിൽ വെച്ചുകൊണ്ട് മനുഷ്യർ അട്ടഹസിച്ചു കരയുകയാണ്. അട്ടഹസിച്ചുകൊണ്ടാണ് മനുഷ്യർ കരയുന്നത്. എന്നിട്ടവൻ പറയുന്നു, റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, അഖ്രിജ്നാ ഞങ്ങളെ ഈ കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകൂ റബ്ബേ, നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ ഞങ്ങൾ ചെയ്യാതെ പോയ സൽക്കർമ്മങ്ങൾ ചെയ്യാം റബ്ബേ. എവിടുന്നാ പറയണത്? നരകത്തുനിന്നാ പറയണത്. ഒന്ന് മരിക്കണ സമയത്ത് ദുനിയാവിലേക്ക് തിരിച്ചു പോകാൻ മനുഷ്യർ പടച്ച റബ്ബിനോട് കേണപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ മഹ്ശറയിൽ വെച്ചുകൊണ്ടും ദുനിയാവിന്റെ ജീവിതം തിരിച്ചു കിട്ടാൻ മനുഷ്യർ ആഗ്രഹിക്കുകയാണ്, റബ്ബിനോട് അപേക്ഷിക്കുകയാണ്. നരകത്തിൽ വെച്ചുകൊണ്ട് കരഞ്ഞ് അട്ടഹസിച്ചുകൊണ്ട് റബ്ബിനോട് കരഞ്ഞ് പറയുന്നതും, പടച്ച റബ്ബേ സൽക്കർമ്മങ്ങൾ ചെയ്യാം, ഞങ്ങളെ ഒന്ന് ദുനിയാവിലേക്ക് തിരിച്ചു കൊണ്ടുപോകൂ. കണ്ടോ, ദുനിയാവിക്കൊന്ന് തിരിച്ചു കൊണ്ടുപോ റബ്ബേ, ഞങ്ങൾ നന്നാകാം. കണ്ടോ, അപ്പൊ അല്ലാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പടച്ച റബ്ബ് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. നിനക്ക് ആയുസ് തന്നില്ലായിരുന്നുവോ? ദുനിയാവിൽ നിനക്ക് അതേ ഒരു നിശ്ചിത കാലത്ത് ആയുസ് തന്നില്ലായിരുന്നുവോ? ചിന്തിക്കാൻ കഴിയുന്നവർക്ക് ചിന്തിക്കാൻ കഴിയുന്ന സമയം ദുനിയാവിൽ നൽകിയില്ലായിരുന്നുവോ? 40 വർഷം ജീവിച്ചിട്ട്, 50 വർഷം ജീവിച്ചിട്ട്, 60 വർഷം ജീവിച്ചിട്ട് നീ ചിന്തിച്ചില്ല, നീ ആലോചിച്ചില്ല, ഇങ്ങനൊരു മഹ്ശറയിലേക്ക് നീ വരുമെന്ന് നീ ആലോചിച്ചില്ല, എന്റെ മുമ്പിലേക്ക് നീ വരുമെന്ന് നീ ചിന്തിച്ചില്ല. അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ.
ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാൻ കഴിയുന്ന ആയുസ് നാം നൽകിയില്ലായിരുന്നുവോ? അള്ള ചോദിക്കുകയാണ്, എടോ സമയമൊക്കെ തന്നില്ലേ നിനക്ക് സമയം ദുനിയാവിൽ തന്നില്ലേ? ഇപ്പൊ ഇങ്ങനെ ദുനിയാവുക്ക് തിരിച്ചു പോകാൻ കരഞ്ഞ് അട്ടഹസിക്കുന്നത് എന്തിനാ? അള്ള ചോദിക്കാണ്, നിനക്ക് സമയം തന്നില്ലേ? തീർന്നില്ല. വജാഅകുമുന്നദീർ, നിനക്ക് താക്കീതുകാരും വന്നില്ലായിരുന്നുവോ? ഇങ്ങനൊരു ലോകമുണ്ട്, ഇങ്ങനൊരു നരകമുണ്ട്, സഹിക്കാൻ കഴിയാത്ത തീജ്വാലകളാണ്. അതുകൊണ്ട് അവിടെ രക്ഷപ്പെടണേ, നിനക്ക് താക്കീത് നൽകുന്ന ആളുകൾ വന്നില്ലായിരുന്നുവോ? നീ കേൾക്കാത്തത് കൊണ്ടല്ല, നീ അറിയാത്തത് കൊണ്ടല്ല, നീ ചിന്തിച്ചില്ല, നീ ജീവിതത്തെ മാറ്റിമറിക്കാൻ നീ തയ്യാറായില്ല. ഒരു മാറ്റം ഉണ്ടായില്ല. എല്ലാ വെള്ളിയാഴ്ചയും കുത്തുബ കേൾക്കും അല്ലേ, അതിന്റെ പുറമെ വയലും എല്ലാം കേൾക്കും. നമുക്ക് മാറ്റമൊന്നുമില്ല, അതിലിങ്ങനെ പുളകം കൊള്ളും. അവനാന്റെ ജീവിതത്തിലൊരു മാറ്റമില്ല. എന്തിനാ പിന്നെ? അതല്ല ചോദിക്കണത്, നിനക്ക് ആയുസ് തന്നില്ലേ ദുനിയാവില്? ഇവിടുന്ന് നീ എന്ത് കരഞ്ഞിട്ട് കാര്യമുണ്ട്? നിനക്ക് സമയം തന്നില്ലേ ദുനിയാവില്? ഇങ്ങനെ ഒരു ലോകമുണ്ട് നീ അറിയാത്തത് കൊണ്ടായിരുന്നില്ല, നീ അറിയാതെ എത്തിപ്പെട്ടതൊന്നല്ല. നിനക്ക് താക്കീതുകാർ വന്നിരുന്നു, പ്രവാചകന്മാർ വന്നിരുന്നു അല്ലേ? എന്നിട്ട് അല്ല പറയാണ്, ഫദൂഖൂ, നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക. ഫമാലിൽ ളാലിമീന മിൻ നസീർ, അക്രമികളായ ആളുകൾക്കൊരു സഹായിയും ഇല്ല തന്നെ. സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമുക്ക് ഇത്രയും സമയം പടച്ചോൻ ഇവിടെ തരികയാണ്. ഇന്നൊക്കെ നമ്മൾ ജീവിച്ചിരിപ്പുണ്ട്. ഫുലൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ല അദ്ദേഹം ചോദിക്കാണ് ഒരു വ്യക്തിയോട്, കം ഉംറുക്, നിന്റെ ആയുസ് എത്രയാണ്? നിനക്ക് എത്ര വയസ്സായി? അദ്ദേഹം പറഞ്ഞു, 60 സന, 60 വയസ്സായി. അദ്ദേഹം പറയാണ്, ഇത്രയും കാലം നീ അള്ളാഹുവിലേക്ക് യാത്രയിലായിരുന്നു. ഈ 60 വർഷമായി ഇതിങ്ങനെ പടച്ചോന്റെ അടുത്തേക്ക് യാത്ര പോവുകയായിരുന്നു. വതൂഷികു അൻ തസില, നീ പടച്ചോനിലേക്ക് എത്താറായിട്ടുണ്ട്. 60 വയസ്സായ മനുഷ്യനോട് ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം പേടിച്ചു. കാരണം 60 വർഷത്തെ യാത്രയിൽ കൊണ്ടുപോകാൻ കയ്യിലൊന്നുമില്ല. നമ്മുടെ കയ്യിൽ എന്തുണ്ട് സുഹൃത്തുക്കളെ? നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? നമ്മളൊക്കെ മരിക്കൂല. എത്ര മനുഷ്യരാറടി മണ്ണിലേക്ക് കൊണ്ടുപോയി വെച്ചവരാ നമ്മൾ. എത്ര ആളുകളുടെ ഖബറിന്റെ അടുക്കൽ പോയി തസ്ബീഹ് ചൊല്ലിയവരാണ് അല്ലേ? എത്ര കാലാണ് അവർ നമ്മുടെ മനസ്സുകളിൽ ഇടം പിടിച്ചത്? വളരെ കുറച്ച് സമയം. നമ്മളും അങ്ങനെ വിസ്മരിക്കപ്പെടും. നമ്മുടെ ശരീരത്തിൽ നിന്നും വിലപിടിപ്പുള്ള എല്ലാം അഴിച്ചു മാറ്റപ്പെട്ട് നമ്മൾ 6 മണ്ണിലേക്ക് യാത്ര പോകും. പക്ഷെ അതോടുകൂടി അവസാനിക്കല്ല, അതൊരു ജീവിതത്തിന്റെ തുടക്കമാണ്. മരണമില്ലാത്ത ഒരു ജീവിതത്തിന്റെ തുടക്കം. അത് നമ്മൾ തിരിച്ചറിയണം. ഇത്രയും കാലം ആർക്കൊക്കെയോ പിറകിലേക്ക് ചിന്തിച്ചാൽ എന്താണ് നമ്മുടെ കൈകളിലുള്ളത്? അതാ നമ്മൾ ആലോചിക്കേണ്ടത്. ആരും പരലോകത്തെ രക്ഷപ്പെടുത്താണ്ടാവൂല. അവനാന്റെ മക്കളോ അവനവന്റെ കുട്ടികളോ ആർക്കൊക്കെ വേണ്ടി ജീവിച്ചുവോ സുഹൃത്തുക്കളെ, അവരാരും നാളെ രക്ഷപ്പെടുത്താനില്ല. യുബസ്സറൂനഹും, അവിടെ വെച്ചുകൊണ്ടതാ അവരെല്ലാം കാണിക്കപ്പെടും. അവനാന്റെ മക്കളെ നമ്മൾ കാണും, അവനവന്റെ മാതാപിതാക്കളെ കാണും, അവനവന്റെ കുടുംബങ്ങളെ കാണും. യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമിഇദിൻ ബിബനീ, പാപികളായ ആളുകൾ, ജീവിതത്തിൽ നന്മകൾ ചെയ്യാൻ മറന്നുപോയ ആളുകൾ, ജീവിതത്തിൽ തിന്മയുടെ വക്താക്കളായി കൊണ്ട് ജീവിച്ചു മരിച്ച ആളുകൾ, അവർ ചിന്തിച്ചു പോകും, ലൗ യഫ്തദീ മിൻ അദാബി യൗമിഇദിൻ ബിബനീ, തൻ്റെ മക്കളെ പ്രായശ്ചിത്തം നൽകിക്കൊണ്ട് എനിക്കൊന്ന് നരകത്തിൽ നിന്ന് മോചിക്കപ്പെട്ടാൽ മതിയായിരുന്നു. അവനാൻ്റെ മക്കളെ നരകത്തിക്കിട്ട് എനിക്കൊന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്നാഗ്രഹിക്കുന്ന. മാത്രമല്ല വസ്വാഹിബത്തിഹി വഅഖി, അവനവന്റെ ഇണകൾ, അവനവന്റെ സഹധർമ്മിണികളെ അഥവാ ഭാര്യമാരെ നരകത്തിലിട്ടെങ്കിലും എനിക്കൊന്ന് സ്വർഗത്തിൽ പോയാൽ മതിയായിരുന്നു. വഅഖീഹി, അവനവന്റെ സഹോദരങ്ങളെ നരകത്തിലിട്ടെങ്കിലും എനിക്കൊന്ന് സ്വർഗത്തിൽ പോയാൽ മതിയായിരുന്നു. വഫസീലതിഹി അല്ലതി തുവീ, അഭയം നൽകിയ തന്റെ കുടുംബങ്ങളെ മുഴുവൻ നരകത്തിലിട്ടെങ്കിലും എനിക്കൊന്ന് സ്വർഗത്തിൽ പോയാൽ മതിയായിരുന്നു. തീർന്നില്ല. വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി,
ലോകത്തുള്ള സകല മനുഷ്യരെയും നരകത്തിലിട്ടെങ്കിലും, ലോകത്തുള്ള സകല മനുഷ്യരെ നരകത്തിലിട്ടാലും എനിക്കൊന്ന് സ്വർഗത്തിൽ പോയാൽ മതിയായിരുന്നു. കണ്ടോ, എല്ലാരും അങ്ങോട്ട് പ്രായശ്ചിത്തം നൽകിയിട്ട് എനിക്കും രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്നാഗ്രഹിക്കുന്ന ലോകാണ് പരലോകം എന്നുള്ളത്. അവിടേക്കാണ് നമ്മുടെ യാത്ര. മരണത്തോടുകൂടി ആ യാത്ര നമ്മൾ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ ജീവിതം, ഈ ആയുസ്സുണ്ടല്ലോ, ഇതിനെക്കുറിച്ച് ജാഗ്രത ഉണ്ടാകണം, ഈ സമയത്തെക്കുറിച്ച്. കാരണം തിരിച്ചു പോകുമ്പോൾ, അതുകൊണ്ടാ സഹാബിമാരൊക്കെ 5 കൊല്ലൊക്കെ മുസ്ലിമായി ജീവിച്ച സഹാബിമാരുണ്ടായിട്ടുണ്ട്. 30-ാമത്തെ വയസ്സിൽ മുസ്ലിമായി 35-ാമത്തെ 36-ാമത്തെ വയസ്സിൽ മരിച്ചുപോയ സഹാബിമാര് 5 കൊല്ലേ മുസ്ലിം ആയിട്ടുള്ളൂ. സ്വർഗത്തിലേക്ക് നമ്മൾ 50 കൊല്ലം ജീവിച്ചിട്ടും സ്വർഗത്ത് പോകാനുള്ള ഒരു സാധനം നമ്മുടെ കയ്യിലില്ലെങ്കിൽ സുഹൃത്തുക്കളെ, എന്തിനു വേണ്ടിയാണ് ഈ ജീവിതം? ആർക്ക് വേണ്ടിയായി ജീവിക്കണത്? അതുകൊണ്ട് നന്നായി ആലോചിക്കണം. അവനവന്റെ ജീവിതം ഇത് പടച്ച റബ്ബ് നൽകിയ അപാരമായ അനുഗ്രഹമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക. തീർന്നതിനെ കുറിച്ച് ഇനി ആലോചിച്ചിട്ട് കാര്യമില്ല. ഇനിയുള്ള സമയം 1 മിനിറ്റ് ആണെങ്കിൽ എത്ര നന്മകൾ ചെയ്യാൻ കഴിയും, അതാ നമ്മൾ ആലോചിക്കേണ്ടത്. എത്ര നന്മകൾ ചെയ്യാം. വളരെ വേഗത്തിൽ നന്മയുമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ നിലക്കുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് والعاقبة للمتقين فلا عدوان إلا على الظالمين الصلاة والسلام على أشرف المرسلين نبينا محمد الأمين وعلى آله وصحبه أجمعين ما بعد. സത്യവിശ്വാസി സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ബാധ്യത, അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇവിടുന്ന് മരിച്ചു പോകാൻ കഴിയാന്നുള്ളതാണ്. അതിലേറ്റവും സുപ്രധാനമായ ഉത്തരവാദിത്വം ഖൂ അംഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. രണ്ടാമത് അല്ലാഹു പറഞ്ഞു വ അഹ്ലീക്കും, നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. മിനിമം ഒരു വിശ്വാസി ആ ഒരു ബാധ്യതയെങ്കിലും നിർവഹിക്കാൻ കഴിയുന്നവനാകുക എന്നുള്ളതാണ്. നമ്മൾ സ്വയം നമ്മുടെ ശരീരത്തെ നരകത്തിൽ രക്ഷപ്പെടുത്താൻ കഴിയുന്നവരാകണം. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ അവനവൻ്റെ കുടുംബത്തിന്റെ ബാധ്യത നമുക്കുണ്ട്. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഉള്ള വീട്ടിൽ ഒരു ഇസ്ലാമികമായ ചുറ്റുപാട് കൊണ്ടുവരാൻ സുഹൃത്തുക്കളെ നമുക്ക് എന്താണ് പ്രയാസമുള്ളത്? ഞാനും എൻ്റെ ഭാര്യൻ്റെ കുട്ടികളും അല്ലേ? പക്ഷെ അവിടെ പോലും പരാജയമാണ് പല ആളുകളും. അവനവന്റെ വീട് പോലും ഒരു ഇസ്ലാമികമായി മാറ്റിയെടുക്കാൻ കഴിയാത്ത കുടുംബനാഥന്മാരായി നമ്മൾ മാറുകയാണെങ്കിൽ സുഹൃത്തുക്കളെ, പടച്ചോന്റെ മുന്നിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയോ? സമൂഹം നന്നാക്കാൻ നമുക്ക് പരിമിതി ഉണ്ട് അല്ലേ? നാട്ടുകാരെ നന്നാക്കാൻ നമുക്ക് പരിമിതി ഉണ്ട്. അവനവന്റെ വീട് അത് നന്നാക്കാൻ, അതൊന്ന് ഇസ്ലാമികമാക്കാൻ എന്തേ നമുക്ക് പ്രയാസമുള്ളത്? ആളുകളോടൊക്കെ നമ്മൾ ദീന് പറയും. ചായപ്പീടിയിലിരുന്ന് ദീന് പറയാനൊക്കെ നമ്മൾ നല്ല കഴിവുള്ളവരായിരിക്കും അല്ലേ? ആരെങ്കിലൊക്കെ ദീനിനെ വിമർശിച്ചാൽ അതിനെതിരെ രോഷം കൊള്ളും. അതിനൊക്കെ നമ്മൾ ഉഷാറാണ്. അതുപോലെ തന്നെ ദീനിനെതിരായ ധാരാളക്കണക്കിന് എതിർപ്പുകൾ സമൂഹത്തിൽ നിന്നുണ്ടാകുമ്പോൾ അതിനൊക്കെതിരെ നമ്മൾ വല്ലാതെ ആവേശം കൊള്ളും. നമുക്ക് എന്ത് അർഹതയാണ് സുഹൃത്തുക്കളെ ഉള്ളത്? നമ്മൾക്ക് ഈ ദീനിന്റെ സംസ്കാരം ഉണ്ടോ? അവനവന്റെ വീട്ടിൽ നടക്കുന്ന കല്യാണം പോലും ഇസ്ലാമികമായി നടത്താൻ കഴിയാത്തവരാണ് അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ അവനവന്റെ വീട്ടിലെ കല്യാണം പോലും നടത്താൻ കഴിയാത്തവനാണ് ദീനിനു വേണ്ടി വൈകാരികമായി ആവേശം കൊള്ളുന്നത്. നമുക്ക് എന്തർഹതയാണുള്ളത്? അവനവന്റെ വീട്ടിൽ ഖുർആൻ ഓതാറുണ്ടോ സുഹൃത്തുക്കളെ?
കഴിഞ്ഞ റമദാനിൽ എടുത്തല്ലേ ഖുർആൻ? ദിനേന ഒരു ആയത്തെങ്കിലും പഠിക്കുന്ന ഒരു രീതി നമ്മുടെ വീട്ടിലുണ്ടോ? അവനാന്റെ മക്കൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ടോ? ഇതൊന്നുമില്ല. നമ്മൾ ആ 5 വരെ മദർസക്ക് വിട്ടിട്ട് പിന്നെ കുട്ടി ഭയങ്കര ഓൾ എൻട്രൻസിന് പഠിക്കുക, ഓൾ MBBSന് പഠിക്കുക, ഓൾ എഞ്ചിനീയറിംഗിന് പഠിക്കുക. സമയമല്ല. ദീനിന്റെ ഒരു മേഖലയിലും അവനെ മക്കളെ കാണുന്നില്ല. നമുക്ക് ബാധ്യതയില്ലേ പ്രിയമുള്ളവരെ? ഇല്ലേ? എന്നാ നാട്ടിൽ നടക്കുന്ന എല്ലാ കല്യാണങ്ങൾക്കും നമ്മുടെ മക്കളുണ്ട്, ഷോപ്പിങ്ങിന് പോകുമ്പോ നമ്മളെ മക്കളുണ്ട്, ടൂറിന് പോകുമ്പോ നമ്മളെ മക്കളുണ്ട്. എല്ലാവരും ദീന് പഠിക്കണോടത്ത് മാത്രമാണ് നമ്മുടെ മക്കളില്ലാത്തത്. അപ്പോൾ പഠിക്കണോനാണ് അല്ലേ? സുഹൃത്തുക്കളെ, നമ്മുടെ ബാധ്യത പടച്ചോന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. നമ്മുടെ മക്കൾ നമുക്കെതിരെ വിരൽ ചൂണ്ടും. നമ്മുടെ മക്കളായിരിക്കും നമുക്കെതിരെ ശത്രുക്കളായി നാളെ പരലോകത്ത് വരിക. ആ ബോധം നമുക്കുണ്ടാകണം. അവനവന്റെ വീടുകളിൽ ഇസ്ലാമികമായ സംസ്കാരം ഉണ്ടാകണം. ദീന് നമ്മുടെ വീട്ടിൽ ചർച്ച ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകണം. അനാവശ്യങ്ങളും അശ്ലീലതകളും നിർത്തിയ രംഗങ്ങളും അല്ലേ? മൊബൈൽ ഫോണുകളിൽ പിതാവിന് മാതാവിനോട് സംസാരിക്കാൻ സമയമല്ല, ഭാര്യയോട് സംസാരിക്കാൻ സമയമല്ല, മക്കളോട് സംസാരിക്കാൻ സമയമല്ല. 4 ആളുണ്ടെങ്കിൽ 8 മൊബൈൽ ഫോണാണ്, 12 ചാനലുകളാണ്. എന്നിട്ട് അതുമായി ജീവിച്ചു കൊണ്ടിരിക്കുക. ഓരോരുത്തരും വീടിന്റെ ഓരോ മൂലയിൽ പോയി അവർ സോഷ്യൽ മീഡിയകളിൽ സജീവാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പോരാ. ഇങ്ങനെയൊന്നും ജീവിച്ചാൽ സ്വർഗം കിട്ടുന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അവനവന്റെ വീടുകളിലെങ്കിലും മിനിമം ഇസ്ലാമികമായ ഒരു സംസ്കാരം കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടാകണം. ഓരോ മാതാവും പിതാവും ആ രംഗത്ത് ജാഗ്രതയുള്ളവരാകണം. അവിടെയാണ് ഇസ്ലാമിക സംസ്കാരമുള്ള മക്കൾ ഉണ്ടാവുള്ളൂ. അല്ലാതെ മക്കൾ വഴിതെറ്റിപ്പോയിട്ട് 18 വയസ്സാകുമ്പോ അന്യന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോ നെഞ്ചത്തടിച്ച് നിലവിളിച്ചത് കൊണ്ട് കാര്യമല്ല. അതിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളാണ്, മാതാപിതാക്കളാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മക്കളും ശുദ്ധ പ്രകൃതിയിൽ ജനിക്കുന്നവരാണ്. പക്ഷേ മാതാപിതാക്കളാണ് യുമജ്ജിസാനിഹി വയുഹബ്ബിദാനിഹി വയുനസ്സിറാനിഹി, മജൂസിയും യഹൂദിയും നസറാനിയും മക്കളെ ആക്കുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ദീനീപരമായ ഒരു QHLS ഉണ്ടെങ്കിൽ, ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഉണ്ടാകണം. കല്യാണത്തിന് പോകും പോലെ പോകണം. അങ്ങനെ ദീന് പഠിക്കണം. ഇതവിടെ ഒന്നുമില്ല. അതുകൊണ്ട് ആ രംഗത്ത് നമ്മുടെ എന്ന് വെച്ചാൽ മാതാപിതാക്കൾ എന്നുള്ള നിലക്ക് നമ്മുടെ ശ്രദ്ധ ഉണ്ടാകേണ്ടതുണ്ട്. ഒരു നല്ല തലമുറ നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. അതിനുള്ള മനഃപൂർവമായ പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക്, സ്ത്രീകൾക്ക്, ഉമ്മമാർക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസ്, ഒരു പാരന്റിങ് ക്ലാസ് ഈ വരുന്ന തിങ്കളാഴ്ച 11 മണിക്ക് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും അവനെൻ്റെ ഭാര്യമാരെ അതിലേക്ക് വിടുക. ഒരു കുടുംബത്തിൽ എങ്ങനെയാണ് മക്കളെ നോക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ക്ലാസ്സുകളാണ്. അത് ഉപയോഗപ്പെടുത്തുക. ഒരു ദീനീപരമായ സംസ്കാരം, ഒരു മതപരമായ ചുറ്റുപാട് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് വിട പറഞ്ഞു പോയ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ അവരുടെ ഖബറുകളെ വിശാലമാക്കുകയും അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.